2020 നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം ഒരു ഹെൽത്തി പ്ലേറ്റ് ആവട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. നമ്മൾ മലയാളികൾക്ക് ഉരുളക്കിഴങ്ങും കിഴങ്ങ് വർഗ്ഗങ്ങളും ചേമ്പും ചേനയും പയറും കടലയൊക്കെ പച്ചക്കറിയാണ്. പക്ഷെ അതല്ല, അന്നജമടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ കാര്യങ്ങൾ നമ്മൾ 1/4 ഭാഗമാണ് ഒരു നേരം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഒരു പ്ലേറ്റ്. എല്ലാവർക്കും ഹെൽത്തി ടിവിയുടെ പുതുവത്സരാശംസകൾ. ഒരു നല്ല 2020 ആവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മൾ പല ന്യൂ ഇയർ റെസൊല്യൂഷൻസും നമ്മളെല്ലാവരും ഉണ്ടല്ലോ. നമ്മൾ ചിന്തിക്കേണ്ടത് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളതാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. അത് നമ്മൾ 2020 ഒരുപാട് ബിസിനസ് പ്ലാനുകൾ, ഒരുപാട് ഫിനാൻഷ്യൽ പ്ലാനുകൾ, ഒരുപാട് എന്താ പറയുക, കാശുണ്ടാക്കാൻ വേണ്ടി പരക്കം പായുന്ന ആ പ്ലാനുകൾ, അല്ലെങ്കിൽ നിങ്ങളെ എഡ്യൂക്കേഷണൽ പ്ലാനുകൾ, ഞാൻ അങ്ങനെ അച്ചീവ് ചെയ്യും, ഇങ്ങനെ അച്ചീവ് ചെയ്യും, ആ ഡിഗ്രി ഈ ഡിഗ്രി, അങ്ങനെയൊക്കെ നിങ്ങളുടെ പ്രൊഫഷണൽ പ്ലാനുകളൊക്കെ ഇടുമ്പോഴും നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രൊഫഷൻ അച്ചീവ് ചെയ്യാനോ അല്ലാണ്ട് ഡിഗ്രി അച്ചീവ് ചെയ്യാനോ അല്ലാതെ നിങ്ങൾക്ക് ആ ഒരു വെൽത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് എന്ത് വേണം? ഹെൽത്ത് വേണം. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങളുടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഞങ്ങൾ ഹെൽത്തി ടി വിയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ 2020 നിങ്ങൾ എന്തെല്ലാം റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കാര്യം കൂടെ, ഒറ്റ ആരോഗ്യകരമായ റെസൊല്യൂഷൻ കൂടി നമ്മൾ എടുക്കുക. എന്താണെന്ന് വെച്ചാൽ 2020 മുതൽ അങ്ങോട്ട് എൻ്റെ രീതി ആരോഗ്യകരമായിരിക്കും എന്നുള്ളത്. അപ്പോൾ 3 കാര്യങ്ങളാണ്. 1 ഭക്ഷണം, 2 നമ്മുടെ മറ്റ് ലൈഫ് സ്റ്റൈലുകൾ, അതായത് ഒഴിവ് സമയങ്ങളും നമ്മുടെ വ്യായാമവും കാര്യങ്ങളും. 3-മത്തേത് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ സ്റ്റാറ്റസും കൂടെ നല്ല ഒരു ഫ്രൂട്ട്ഫുൾ മൈൻഡായിട്ട്, ഒരു സ്ട്രെസ്ഫുൾ മൈൻഡായിട്ട് നമ്മൾ പോകണം എന്നുള്ളത്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം, അതിൽ ഫുഡ് എങ്ങനെ വേണം എന്നുള്ളത്. 2020 എൻ്റെ ഫുഡ് എങ്ങനെ വേണം? ഞാനൊരു ഹെൽത്തി ഈറ്റിംഗ് പ്ലേറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും 2020 നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം ഒരു ഹെൽത്തി പ്ലേറ്റ് ആവട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഇത് ഒരു ഒതൻറ്റിക് ഇൻഫർമേഷനാണ് തരുന്നത്. എന്താണ് ഹെൽത്തി ഈറ്റിംഗ് പ്ലേറ്റ്, മൈ ഫുഡ് പ്ലേറ്റ്? അങ്ങനെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹെൽത്തി ഈറ്റിംഗ് പ്ലേറ്റ് കാണാൻ പറ്റും. അത് ഇന്ത്യ അടക്കം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലേറ്റിൽ നിങ്ങൾ 3 നേരം ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മളൊരു പ്ലേറ്റിലാണ് നമ്മൾ ഫുഡ് കഴിക്കുക. ആ പ്ലേറ്റിൽ ഓരോ ഭക്ഷണങ്ങളും എത്ര തോതെടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളാ പ്ലേറ്റിൽ ഏകദേശം പകുതി പച്ചക്കറി, ഒരു 40% വെജിറ്റബിൾസാണ് വേണ്ടത്. പകുതി 40% പച്ചക്കറികൾ വേണം. പച്ചക്കറിയിൽ നമ്മൾ മലയാളികൾക്ക് ഉരുളക്കിഴങ്ങും കിഴങ്ങ് വർഗ്ഗങ്ങളും ചേമ്പും ചേനയും പയറും കടലയൊക്കെ പച്ചക്കറിയാണ്. പക്ഷെ അതല്ല, കിഴങ്ങ് വർഗ്ഗങ്ങളും പയറ് വർഗ്ഗങ്ങളും കടല വർഗ്ഗങ്ങളും അല്ലാത്ത വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, എസ്പെഷ്യലി ഇലവർഗ്ഗങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. മറ്റ് പച്ചക്കറികളും ആവാം. ഓക്കെ, അതാണ് 40% വേണ്ടത്, ഏകദേശം പകുതിയോളം. 10% നമുക്ക് ഫ്രൂട്ട്സ് ആവാം. ഓക്കെ, അപ്പോൾ ആ പകുതി കഴിഞ്ഞല്ലോ. ബാക്കി പകുതിനെ 2ആയി വിഭജിക്കാം. ഏകദേശം ഒരു 30-20 എന്നുള്ള ലെവല്. ആ ഒരു 30 അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം നമുക്ക് അരി ഭക്ഷണം കഴിക്കാം. അരി, ഗോതമ്പ്, റാഗി, ഓട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അന്നജമടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ കാര്യങ്ങൾ നമ്മൾ 1/4 ഭാഗമാണ് ഒരു നേരം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഒരു പ്ലേറ്റിൻ്റെ. ബാക്കി 1/4 ഭാഗം നമുക്ക് പ്രോട്ടീൻസ് കഴിക്കാം. പ്രോട്ടീൻ എന്ന് പറയുമ്പം ഇറച്ചി, മീൻ, മുട്ട, പാലുൽപ്പന്നങ്ങൾ, പയറ്, കടല വർഗ്ഗങ്ങൾ, അതുപോലെയുള്ള സാധനങ്ങൾ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് 1/4 ഭാഗം കഴിക്കാം. ഇതാണ് ഒരു ഹെൽത്തി ഈറ്റിംഗ് പ്ലേറ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ഡ്രിങ്ക്സ്, വെള്ളം കുടിക്കണമല്ലോ. നിങ്ങൾക്ക് ശുദ്ധമായ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം, ശുദ്ധമായ പച്ചവെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്ത, ഐ റിപ്പീറ്റ്, ഞാൻ ആവർത്തിക്കുന്നു, ഷുഗർ ഇല്ലാത്ത ഡ്രിങ്കുകളാണ് ഏറ്റവും നല്ലത്. കട്ടൻ ചായ, കട്ടൻ കാപ്പി കുടിക്കാം, വിത്തൗട്ട് ഷുഗർ ഓർ ലെസ് ഷുഗർ. പാൽ കുടിക്കാം, അല്ലെങ്കിൽ എന്ത് ഡ്രിങ്കും കുടിക്കാം, പക്ഷേ ഷുഗർ ഇല്ലാത്തതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സംഗതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഓയിൽസ് യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ. അപ്പോൾ ഓയിൽസ്, ഇത് കുക്കിങ്ങിന്, വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വേണ്ടി, അതേപോലെ പ്രോട്ടീനുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഓയിൽസ് യൂസ് ചെയ്യാം. പക്ഷേ ഒരിക്കലും ഡ്രൈ ഫ്രൈ ആക്കരുത്, നെരിച്ച് പൊരിച്ച് കഴിക്കരുത്. നമ്മുടെ മലയാളികളുടെ വലിയൊരു ദുശ്ശീലമാണത്. എന്തും നമുക്ക് നെരിച്ച് പൊരിച്ച് കഴിക്കണം. മീൻ കഴിക്കുകയാണെങ്കിൽ നെരിച്ച് കരിച്ച് പൊരിച്ച് വറുത്ത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഉണക്ക മീനാണെങ്കിൽ എല്ലാം അതെ. നമുക്കൊരു ഹെൽത്തി തവ ഫ്രൈ ആയിട്ട് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വറ്റിച്ചിട്ടോ വേവിച്ചിട്ടൊക്കെ കഴിക്കാം.
ആ രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓയിൽസ് വളരെ കുറക്കുക. യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ട്രാൻസ് ഫാറ്റുകളും സാച്ചുറേറ്റഡ് ഫാറ്റുകളും, മെയിനായിട്ട് ട്രാൻസ് ഫാറ്റുകൾ അവോയ്ഡ് ചെയ്യാം. ഡാൽഡ, RKG അതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ഒരു ഹെൽത്തി ഈറ്റിംഗ് പ്ലേറ്റ് വരിക. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഏകദേശം പകുതി പച്ചക്കറികളാണ്. പച്ചക്കറിയിൽ പയറുവർഗ്ഗങ്ങൾ, കടലവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പൂളക്കിഴങ്ങ് അതായത് കപ്പ, ടാപ്പിയോക്ക, അതുപോലെ ഉരുളക്കിഴങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ അതിൽ നിന്ന് ഒഴിവാണ്. ചേമ്പ്, ചേന, മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്നത് നമ്മൾ കിഴങ്ങ് വർഗ്ഗമാണ്, റൂട്ട് ആൻഡ് ട്യൂബേഴ്സാണ്. അത് നമ്മൾ ലീഫി വെജിറ്റബിൾസിന് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. 10% ഫ്രൂട്ട്സ്. ബാക്കി പകുതിയിൽ 1/4 മാത്രമാണ് അരി, ഗോതമ്പ്. അത് കഴിയുന്നതും ഹോൾ ഗ്രെയിൻ തവിടുള്ളതാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇന്ന് മലയാളികൾക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ തവിടില്ലാത്ത അരിയാണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. പണ്ട് തവിടുള്ള അരിയായിരുന്നു, ഇന്ന് തവിടില്ലാത്ത അരിയാണ്. അപ്പോൾ തവിടുള്ള അരിയാണ് ഒരു അരിയോ ഗോതമ്പോ. അതുപോലെ ബാക്കി 1/4 നമുക്ക് ഇറച്ചി, മീൻ, മുട്ട, അതുപോലെ പാലുൽപ്പന്നങ്ങൾ, തൈര്, പനീർ, അതുപോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു ഹെൽത്തി. ഇനി ഇത് 3 നേരം ഇതേ ലെവലിൽ നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റിക്കോളുന്നില്ല, രാത്രി ചിലപ്പം പറ്റിക്കോളുന്നില്ല. രാവിലെ ചിലപ്പം വെജിറ്റബിൾസിൻ്റെ അളവ് കുറയും. അങ്ങനെ ഏതെങ്കിലും 1-2 നേരം ഏതെങ്കിലും ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം അത് കോമ്പൻസേറ്റ് ചെയ്യുക. അപ്പം ഞാൻ വേറെ രീതി പറയാം. രാവിലെ നമ്മൾ ഒരു ചപ്പാത്തി കഴിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓട്ടട കഴിച്ചു, അല്ലാണ്ട് 2 ഇഡ്ഡലി കഴിച്ചു, അതിനുള്ള നല്ല ചെറുപ്പയർ, കടല, അല്ലാണ്ടെങ്കിൽ മീനോ മുട്ടയോ ഒക്കെ പ്രോട്ടീനുള്ളത് കഴിച്ചു. വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റിയില്ല, ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക. പകുതി വെജിറ്റബിൾസൊക്കെ, ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് അരി ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കുറക്കുന്നു. രാത്രി എന്ത് ചെയ്യുന്നു, ഈ 2 നേരം കഴിക്കാൻ പറ്റാത്തത് രാത്രി നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നു. അപ്പോൾ രാത്രി നമ്മൾ അരിയോ ഗോതമ്പോ കഴിക്കുന്നില്ല, മീനോ മുട്ടയോ ഇറച്ചിയോ പ്രോട്ടീൻ കഴിക്കുന്നില്ല. രാവിലെ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഫ്രൂട്ട്സ് നമ്മളൊരു 1/4, 10% ഉള്ളത് നമ്മൾ ഒരു 25%, 1/4 നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാം, പകുതി വെജിറ്റബിൾസ് കഴിക്കാം. അപ്പോൾ ഒരു നേരം വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രം, കഴിയുന്നത് രാത്രി. ആ രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 നേരം ഹെൽത്തി പ്ലേറ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഡേയിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 നേരം കൂടി വരുമ്പോൾ ഈ ഒരു പ്ലേറ്റ് എന്നുള്ള ലെവലിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണശീലമാവട്ടെ 2020 നിങ്ങളുടേത് എന്നുള്ളത് ഞാൻ ആശംസിക്കുന്നു. ആരോഗ്യപ്രദമായിട്ടുള്ള ഇതുപോലെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ഹെൽത്തി TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്